ശക്തമായ വാദഗതികൾ ഉയർത്തിയാൽ ഏത് സർക്കാരും നിലംപതിക്കും. ഏത് അധികാര ശ്രേണിയിലുള്ളവർക്കും തിരിച്ചടി കിട്ടും. അത് കോൺഗ്രസ് ഭരിക്കുന്ന BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പ്രചോദനം തന്നെയാണ്. ബംഗാളിൽ SIR നടപടികൾ കൃത്യമായും ജുഡീഷ്യൽ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ജഡ്ജിയെങ്കിലും ഈ കാര്യത്തിൽ നിരീക്ഷകനായി വേണം. സുപ്രീം കോടതിയുടെ കർശന നിയമം അത് അംഗീകരിച്ചാൽ മാത്രമേ SIR നടപടികൾ ഇലക്ഷൻ കമ്മീഷനെ കൃത്യമായി പരിപൂർണമായി അവിടെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യവ്യാപകമായി SIR നടപടികൾ നടത്തി ഈ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കാനും ഈ രാജ്യത്ത് എങ്ങനെയാണോ മതേതര സംസ്കാരത്തെ തകർക്കാൻ ഇഞ്ചിഞ്ചായി നരേന്ദ്രമോദി പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്, അതിന്റെ രണ്ടാം ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം ആവുന്നത്ര രീതിയിൽ നടപ്പിലാക്കാൻ നോക്കിയെങ്കിലും അത് ഒത്തില്ല. അപ്പോൾ പിന്നെ SIR നടപടി കൊണ്ട് ഈ രാജ്യത്ത് BJPക്ക് അനുകൂലമല്ലാത്ത വോട്ട് ചെയ്യുന്ന മേഖലകൾ കൃത്യമായി മനസ്സിലാക്കി തരംതിരിച്ച് അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഓമന പേരിട്ട് 2014 അമിത്ഷാ ഉത്തർപ്രദേശിലെ 71 സീറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ട് സെറ്റ് ചെയ്തത് എങ്ങനെയെന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴും പരിപൂർണമായി മനസ്സിലായിട്ടുണ്ടോ എന്നത് അറിയില്ല. ഇപ്പോൾ ദേശീയ സെൻസസ് കണക്കെടുപ്പ് നടക്കുകയാണ്. ഈ ഡാറ്റകൾ BJP വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോർത്തുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിലേക്ക് കിട്ടുന്ന ഡാറ്റകൾ BJP ആസ്ഥാനത്തേക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. കേന്ദ്ര സർക്കാരിലേക്ക് എത്തേണ്ട നികുതി പണം എങ്ങനെയാണ് അതിന്റെ ഓഹരി BJPക്ക് കിട്ടുന്നത്? എല്ലാവരും അത്ഭുതത്തോടെ അത് നോക്കിക്കാണുകയാണ്. BJPക്ക് വേണ്ടി ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി കൃത്യമായി കോർപ്പറേറ്റ് കമ്പനികൾ എന്തിനാണ് പണം മുടക്കുന്നത്? അതുവഴി BJP എങ്ങനെയാണ് തഴച്ചു വളരുന്നത്? ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നത് എന്നത് ഉദാഹരണ സഹിതമായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി സുപ്രീം കോടതിയെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷമാണ് ബംഗാളിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി അനുകൂലമായ നിലപാട് എടുത്തിരിക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജി ഉള്ളിടത്തോളം കാലം BJPയുടെ കൃഷി ഇറക്കാൻ കഴിയില്ല. അതായത് ബീഹാറിൽ ഇറക്കിയ കോളിഫ്ലവർ കൃഷി ബംഗാളിൽ നടക്കില്ല.